എന്താണ് എന്താണ് ജീവിത രീതികൾ? നമുക്കൊന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്താലോ? ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്കാണ് ജീവിത രീതികൾ. എന്തെല്ലാമാണ് ജീവിത രീതികൾ? ഏതൊക്കെ തരത്തിലുള്ള ജീവിത രീതികൾ? എന്തെല്ലാമാണ് ജീവിത രീതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ? അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ജീവിത രീതികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിത രീതികൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിത രീതികളുണ്ടാവാം. നിങ്ങളുടെ സാംസ്കാരികം, അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ജീവിത രീതികളുണ്ടാവാം. പിന്നെ നിങ്ങളുടെ സോഷ്യൽ എക്കണോമിക്കൽ റോളുകൾ, അതായത് സാമ്പത്തികമായ സാമൂഹികമായ നിങ്ങളുടെ റോളുകൾ അനുസരിച്ച് നിങ്ങളുടെ രീതികൾ മാറ്റം വരാം. നിങ്ങളുടെ കാലാവസ്ഥ, അതായത് നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങളുടെ ജീവിത രീതി വരാം. പിന്നെ കൃത്യമായ ജീവിത രീതികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് കൃത്യമായ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മെൻ്റൽ ക്ലാരിറ്റി ഇതാക്കാൻ പറ്റും, കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, കൃത്യമായ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളിൽ കൃത്യമായ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിത രീതികൾ. ഏതൊക്കെ തലത്തിലുള്ള ജീവിത രീതികൾ ഉണ്ട്? ജീവിത രീതികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിത രീതികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസവുമുള്ള ഹാബിറ്റ്സ്, നിങ്ങളുടെ സ്വഭാവം, ബിഹേവിയർ, അതായത് പബ്ലിക്കിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങളുടെ ചോയ്സുകൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയാണ് പ്രധാനമായും ജീവിത രീതികളിൽ പെടുന്നത്. നിങ്ങളെങ്ങനെയാണ് മറ്റൊരു കാര്യത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിത രീതി. കൃത്യമായ ജീവിത രീതി ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായും ആദ്യത്തെ 3 കാര്യങ്ങൾ പറയാം, പിന്നീടുള്ള 3 കാര്യങ്ങൾ അതിനുശേഷം പറയാം. ആദ്യത്തെ മെയിൻ 3 കാര്യങ്ങൾ എപ്പോഴും പറയുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ. ഇത് നിങ്ങളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് പറഞ്ഞാണ്. ഓക്കെ, നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഫാക്ടേഴ്സ്, നിങ്ങളുടെ യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതേപോലെ തന്നെ ഇതിൽ കൃത്യമായ ജീവിത രീതികൾ പിന്തുടരാൻ വേണ്ടത് കൃത്യമായ എക്സസൈസ് ചെയ്യേണ്ടതാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കൃത്യമായ ഭക്ഷണം, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷ്യൻസ് നോക്കേണ്ടതാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഉറക്കത്തെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കാണാത്തവരെ അത് പോയി കാണാം. കുറച്ച് അതിൻ്റെ അകത്ത് ഉറക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ലീപ്പ് പാറ്റേൺസൊക്കെ ഫോളോ ചെയ്യണം. സ്ലീപ്പിനെ കുറിച്ചും നമ്മൾ എഴുതാക്കും. ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ആ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്തത് 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യലാണ്. നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് കുറിച്ചിട്ടും പിന്നെ ആങ്സൈറ്റിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിൽ പോയി ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാവുന്നതാണ്. രണ്ടാമത് നിങ്ങളുടെ സോഷ്യൽ കണക്ഷൻസാണ്. അതായത് നിങ്ങൾക്ക് ജനങ്ങളുമായി, അഥവാ നിങ്ങളുടെ ആളുകളുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. നല്ല ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിത ശൈലികളുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, അതായത് സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ ലെഷർ ആക്ടിവിറ്റീസും, നിങ്ങളുടെ ഹോബികളും ആക്ടിവിറ്റികളും. നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ജീവിത രീതിയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ഹോബികൾ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയവ നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. പിന്നെയുള്ളത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ടത്. അതായത് വർക്ക് ലൈഫിനെ നിങ്ങളെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ രീതിയാണ്. പിന്നെ നിങ്ങളുടെ ജോബിലുള്ള നിങ്ങളുടെ സംതൃപ്തി, അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ അതെന്തൊക്കെ ആയിക്കട്ടെ. പിന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് നിങ്ങളുടെ സ്ഥാനങ്ങളിലുള്ള കയറ്റങ്ങൾ. കാരണം സ്ഥാനം കൂടുമ്പോൾ നിങ്ങൾക്ക് അധികാരം കൂടുമ്പോൾ കർശനം കൂടും, സ്വഭാവം മാറും, ജീവിത രീതികൾ മാറും, നിങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതികൾ പിന്തുടരും. പിന്നെയുള്ളത് നിങ്ങളുടെ ട്രാവലിംഗ് ആൻഡ് എക്സ്പ്ലോറേഷനാണ്, യാത്രകളാണ്. ഇത് വിശാലമായ ഇങ്ങനെയുള്ള റോഡുകളിലൂടെ കുറേ യാത്രകൾ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ, അത് ഈ റോഡുകളല്ല കേട്ടോ, ലോകം മൊത്തം ചുറ്റിക്കണ്ട് ശീലമുള്ളവരുടെ ജീവിത രീതികൾ വേറെ എന്നായിരിക്കും. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ഓരോ പാർട്ടിസിപ്പേഷൻ,
അതായത് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഇവൻറ്റുകൾ, അതായത് നാട്ടിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത്, ഇതൊക്കെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിങ്ങളുടെയുമായ സംസ്കാരം, ട്രഡീഷൻസ് നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് വെസ്റ്റേൺകാർ എന്തൊക്കെ ചെയ്യുന്നോ അത് കോപ്പി അടിക്കുക. ഡ്രസ്സിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വെസ്റ്റേൺസ് സ്വഭാവം എന്തോന്നറിയില്ല, ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കൂട്ടർക്കെല്ലാം വെസ്റ്റേണിനോട് ഭയങ്കര ഇതാണ്. വെസ്റ്റേൺ ക്ലോത്ത്സ് കംഫർട്ടാണ്, ഇന്ത്യൻ ക്ലോത്ത്സ് കുഴപ്പമാണ്. അങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരത്തെ പറയൽ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെയുള്ള കൂട്ടർക്ക് പ്രധാനപ്പെട്ട സംസ്കാരം. ചുമ്മാറിനാണ് കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, നിങ്ങൾ ഓവർ വെസ്റ്റേൺ ആവുന്നുണ്ട്, അതൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സംസ്കാരത്തെ മുറുക്കെ പിടിക്കുന്ന ഓട്ടറുണ്ട്, അത് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവമാണ്. ഓക്കെ, നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരവും അത് നിങ്ങളുടെ സ്വഭാവത്തെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടു സംസ്കാരവും നിങ്ങളുടെ വീടിനെ എത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നു, അതൊക്കെ. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ